ഹലോ, അസ്സാം വലൈക്കും. അലക്കിയതെടുക്കാൻ വന്നാട്ടോ. അപ്പോൾ പാടത്ത് ഭയങ്കര കാറ്റ്. അപ്പോൾ കുറച്ച് സമയം അവിടെ വായി നോക്കി നിന്നു കേട്ടോ. അലക്കിയതെടുക്കുന്ന കൂട്ടത്തിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. പിന്നെ വെറുതെ ഒരു വീഡിയോ കേട്ടോ. വല്ല പ്ലസ് പോയിൻ്റ് കാര്യങ്ങളുണ്ടാവും വിചാരിച്ചിട്ടൊന്നും കാണണ്ട കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അലക്കിയതെടുക്കുകയാണ്. കുറേ സമയം ഇവിടെ വെച്ചുകൊണ്ടിരുന്നത്, കുറച്ച് നേരം വൈകി എടുക്കാൻ കേട്ടോ. പിന്നെ കാക്കകളെ ശല്യമുണ്ട്. അപ്പോൾ 2-ാം മണി ഉണ്ടാക്കി തരും. 2-ാമത് അലക്കേണ്ട അവസ്ഥ വരും. നമ്മൾ പാടം കൊണ്ടാണ് നമ്മളെ നെല്ലൊക്കെ ഏകദേശം വിളവായിട്ടോ. ഒക്കെ മറിഞ്ഞ് വീണ് കിടക്കണ്ടേ. വെയിറ്റ് തൂങ്ങിയിട്ടാണ് തോന്നുന്നു. ഇത്രയും കാണിച്ചുതരാം. നെല്ലൊക്കെ കണ്ടോ വീണ് കിടക്കുക കേട്ടോ. മഞ്ഞ കളറായിട്ട് വീണ് കിടക്കൽ തുടങ്ങി കേട്ടോ. അതായത് ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ കൊയ്തെടുക്കുമായിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത് എന്തത് ഇങ്ങനെ എല്ലാം വീണ് കിടക്കണ കാറ്റടിച്ചിട്ടാണ്. പക്ഷേ ഇന്നലെയാണ് പറയണത് അത് നല്ല നെല്ലൊക്കെ വിളവായി കഴിഞ്ഞാൽ വെയിറ്റ് താങ്ങാൻ പറ്റാഞ്ഞിട്ട് സ്വയം വീണതാണത്രത്. അപ്പോൾ ഇനി ഒരു മാസം കൂടിയൊക്കെ വെക്കും തോന്നുന്നു. പിന്നെ ഇപ്പോൾ മഴയൊന്നും പെയ്യാൻ പാടില്ല. പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നെല്ലിന് അപകടമാണ് തോന്നുന്നു. മുളച്ച് വരുന്നോ എന്തൊക്കെ പ്രശ്നമുണ്ടോ തോന്നുന്നു. അപ്പോൾ മഴ ഇപ്പോൾ പെയ്യാതിരിക്കട്ടെ അല്ലേ. പാവം, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതല്ലേ. നല്ല കാറ്റാണ് കേട്ടോ. നല്ല കാറ്റാണ് കേട്ടോ. ഞാൻ ഈ നേരത്ത് അലക്കിയതെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി എനിക്ക് ഈ മുറ്റത്ത് കുറച്ച് സമയം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങോട്ട് വരുമ്പോൾ പിന്നെ കാറ്റുണ്ടാകും. ഞാൻ അവിടെ നോക്കും. 5 മിനിറ്റ് കൊണ്ട് കാര്യം കഴിച്ച് പോകേണ്ടതാണ്. പക്ഷേ കാറ്റ് ഇലയൊന്ന് ഇളകി കണ്ടാൽ ഞാൻ അവിടെ നിൽക്കും. എനിക്കൊരു പ്രത്യേക ഇഷ്ടം. പിന്നെ ഈ പാടത്ത് ആകുമ്പോഴേ തടസ്സങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ കാറ്റടിച്ച കറക്റ്റ് നമുക്കാണ്, നമ്മുടെ മേത്തേക്കാണ് വരിക. അതൊരു സുഖമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. എന്താ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും കമൻറ്റിലൂടെ വിശേഷങ്ങളൊക്കെ അറിയിക്കും കേട്ടോ. മുരിങ്ങ കണ്ടിട്ടോ ഇവിടെ നല്ലോണം. പക്ഷേ നല്ല ഉയരത്താണ് കേട്ടോ. പറമ്പ് കൂടെ വരുന്നത് എന്തിനാണെന്നറിയോ? എല്ലാ പ്രാവശ്യവും ഞാൻ ഈ സംഭവം ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് അകലെ ഒരു മുളകിൻ്റെ തൈയുണ്ട് കേട്ടോ. ഇപ്പം പ്രാവശ്യം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കില്ല. അതുകൊണ്ടായിരിക്കും. ഇവിടെ പറമ്പിലായ കാരണം ഇങ്ങോട്ടൊന്നും വെള്ളം കൊണ്ട് വരലില്ല. ഓർമ്മ ഉണ്ടെങ്കിലൊക്കെ ചെയ്യും. പക്ഷേ ഓർമ്മ ഇല്ലാത്ത കാരണം ഇതിമൊന്ന് വല്ലാതല്ല. 2 ദിവസം മുന്നേ പറിച്ചു പോയതാണ്. അതുകൊണ്ട് വല്ലാതല്ല കേട്ടോ. ഇതിങ്ങനെ ഒരു ഒഴിഞ്ഞ പറമ്പാട്ടോ. അതൊരു കുന്നാണ്. പിന്നെ ഇനി വേറൊരു സംഭവം കാണിച്ചിട്ട്, നമ്മളെ വീടിൻ്റെ ബാക്കിലൊക്കെ ഈ കുന്നാണ് കേട്ടോ. ഒരു വീടുണ്ട് അതിൻ്റെ മേലെ. പക്ഷേ ഇവിടെ ഈ തെങ്ങൊക്കെ കണ്ടോ പൊളിഞ്ഞ് നിൽക്കുകയാണത്. ഇതെപ്പോഴാണ് തലയിൽ കൂടെ വരിക എന്ന് പറയാനുണ്ടോ. വിണ്ട് അതിൻ്റെ മുരട് വേറെ ആയി നിൽക്കുന്നുണ്ട് കണ്ടോ. നമ്മളെ പെരമക്കുള്ള സാധനങ്ങളാണ് അതൊക്കെ. അപ്പോൾ കുറച്ച് സമയം പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഞാൻ ആദ്യമൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നത് ഈ മുളക് പറിക്കണൊക്കെയായിരുന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് വീഡിയോസൊന്നും ചെയ്യാനില്ല കേട്ടോ. കാരണം പഴുത്ത് കഴിഞ്ഞാൽ കാക്കച്ച ഒക്കെ കൊത്തി അതിലേക്ക് കൊണ്ടുപോയിടും കേട്ടോ. അപ്പോൾ ഉള്ളതൊക്കെ പറിച്ച് കൊണ്ടുപോരും. ലാമിയേ ഇപ്പോൾ വരട്ടോ. വച്ചിപ്പോൾ വരാ. ലാമി ഉറങ്ങി എണീറ്റ് കരയണം. ലാമിക്ക് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഞാൻ അവളെ അടുത്ത് ഇങ്ങനെ ഇരിക്കണം. അതുവരെ അവൾ കരയും. കാരണം അവളൊന്ന് സ്റ്റാർട്ടാവണമെങ്കിൽ കുറച്ച് സമയം ഞാൻ അവളെ എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഈ നേരം അതുകൊണ്ട് ഞാനോട് പോകുന്നത്. അവിടെ കരഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒരു മരം ഉണ്ട് കേട്ടോ. ഇത് പിന്നെ സ്ഥിരം കാണിക്കാറുള്ളതാണ്. ഇതിന് നല്ല മുളകുണ്ടാവും കേട്ടോ. കാരണം എപ്പോഴും നല്ല വെള്ളം കിട്ടും. ഇതിന് നല്ല വെള്ളം കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ വേസ്റ്റൊക്കെ ഈ ഭാഗത്തേക്കാണ് ഇടുന്നത്. അപ്പോൾ ഇഷ്ടം പോലെയാണ് കേട്ടോ. ഇതുപോലെ അങ്ങനെ പറിച്ച് വെക്കും. ഉപ്പിലിട്ട് വെക്കും കേട്ടോ. സുറുക്കിയിൽ പലരും സുറുക്കിയിലിട്ട് വെക്കും പറയും. ചിലർ ഉപ്പിലിട്ട് വെക്കും പറയും. ഒക്കെ സെയിം തന്നെയാണ്. പഴുത്ത് കഴിഞ്ഞാൽ കാക്കകൾ പക്ഷികളൊക്കെ കൊത്തിക്കൊണ്ടുപോയി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിടുകയുള്ളൂ. അല്ല, ഇങ്ങനെ കൊത്തിക്കൊണ്ടുപോയിട്ടിട്ടാണ് അവിടെ ഇവിടെയൊക്കെ എല്ലാ റബ്ബർ തോട്ടത്തിലൊക്കെ ഉണ്ടാവുന്നത്. അതെ വരണടി. ഇതിലൊരു റോഡുണ്ട് കേട്ടോ. നമ്മൾ
മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് റോഡുണ്ടേ. ഇപ്പോൾ വരട്ടോ ലാമിയെ, വെച്ചിപ്പോൾ വരാ. ഇത്രയും മുളക് കിട്ടിട്ടോ. ഒരു 2 ദിവസം കൂടുമ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ അത്രയും മുളക് പറിക്കും കേട്ടോ. അത് സുറുക്കിയിലിട്ട് വെക്കുകയാണ് ചെയ്യുക. പിന്നെ ആയത് ഇങ്ങനെ ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കും കേട്ടോ. നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആവാത്ത പിന്നെ പുതിയത് പറിച്ച് കൊണ്ടുവരുമ്പോൾ വേറെ ബോട്ടിൽ നിറച്ച് വെക്കും. ആയത് മാത്രം ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കും. പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മളെ വീട്ടിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണിട്ടത്. കാരണം ബ്ലാങ്കറ്റിനുള്ളിൽ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവിച്ചാൽ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെയാണ്, അങ്ങനെ ഉണ്ടാവും. ഇത് കണ്ടാലും പേടിക്കണ്ട, എൻ്റെ ഏക മകനാണ്. എൻ്റെ പൊന്നാര മകൻ, ഏക മകൻ കിടക്കണ കിടപ്പ് വേണ്ട. അതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ സിനിമാ തിയേറ്റർ മാതിരി എന്തൊക്കെയോ കാണുന്നുണ്ട്. ബ്ലാങ്കറ്റിൻ്റെ അടിയിലാണ്. ചായ കുടിച്ച് വന്നിട്ട് വീണ്ടും കിടന്നാണ്. ഇനി സൗണ്ട് കേൾപ്പിച്ചുതരാം. ഇതാണ് ഇവിടെ അവസ്ഥ കേട്ടോ. ഇനി എണീറ്റാൽ കാണൂല കേട്ടോ. നമ്മൾ മഷിട്ട് നോക്കിയാൽ കാണൂല. എവിടേക്കാ പോയത്, ഏത് ഭാഗത്തേക്കാ പോയത് കാണൂല. വീട്ടിലുണ്ടാകുന്ന സമയം ഒന്നില്ലെങ്കിൽ ആമിനെ വികൃതി കാണിക്കുക, അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമ്മളെ വീഡിയോ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അസ്സലാമു അലൈക്കും.